Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. Hi friends, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റൻഡബിൾ പ്രിമിറ്റീവിലെ LX2 CX2 അതിന് കമാൻഡ് പാനലിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ജസ്റ്റ് എക്സ്റ്റൻഡബിൾ പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം LX2 ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ക്രിയേഷൻ മെത്തേഡ് ഈ ബോക്സിലൊക്കെ എക്സ്റ്റൻഡബിൾ പ്രിമിറ്റീവ് ബോക്സ് വരച്ചില്ലേ, കോർണർ സെന്റർ മെത്തേഡ്, അതേപോലെ തന്നെ കോർണർ മെത്തേഡ് ആണെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, അതായത് കോർണർ ടു കോർണർ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഹൈറ്റ് എത്രയാണോ വേണ്ടത് അത് കണ്ട ഹൈറ്റ് വരച്ചു കൊടുക്കുക. ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ ഹൈറ്റ് കൂടുന്നത് കാണാം, അങ്ങനെ വരച്ചു കൊടുക്കുക. ഇതാണ് സി ടെസ്റ്റ്. ഇനി ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാം. ഓൾറെഡി ഒബ്ജക്റ്റ് സെലക്റ്റഡ് ആണ്, അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ട ഇവിടെ എഡിറ്റ് ചെയ്യാം. സൈഡ് ലെങ്ത് എഡിറ്റ് ചെയ്യാം. സൈഡ് ലെങ്ത് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇത് ഒന്ന് സൂം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. സൈഡ് ലെങ്ത് പറഞ്ഞാൽ സൈഡ് വ്യൂവിൽ ഏതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അതാണ് സൈഡ് ലെങ്ത്. അപ്പൊ സൈഡ് ലെങ്ത് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. സൈഡ് ലെങ്ത് ഒരു 360 കൊടുത്താൽ സൈഡ് ലെങ്ത് കിട്ടി. 360 കണ്ടോ, സൈഡ് ലെങ്ത് 360 കൊടുത്തു. ഇനി ഫ്രണ്ട് ലെങ്ത് ആണെങ്കിൽ ഒരു 420 കൊടുത്തു വരിക. ഇനി സൂം എക്സ്റ്റെൻഡ് കൊടുത്തു, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി സൈഡ് വിടുത്ത് സാധാരണ ഒരു വോളിന്റെ വിടുത്ത് 24 സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. 24 അടിച്ചു. ഇനി ഫ്രണ്ട് വിടുത്ത് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിലുള്ള ആ സൈഡിന്റെ വിടുത്ത് 24. ഇനി ഹൈറ്റ് എത്രയാണോ, ഒരു റൂമിന്റെ സാധാരണ ഹൈറ്റ് 300 സെന്റിമീറ്റർ ആണ്. 300 അടിച്ചു കൊടുത്തു. സൂം എക്സ്റ്റെൻഡ് അടിച്ചു കൊടുത്തു. കണ്ട കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ സൈഡിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യാം. സൈഡിൽ സെഗ്മെന്റ്സ് ആഡ് ആവുന്നത് കാണാം. ഇതിൽ കാണാത്തത് ഡീഫോൾട്ട് ഷെയ്ഡിങ്ങിൽ നമ്മൾ വയർ എഡ്ജർ ഫേസ് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. സൈഡിൽ സെഗ്മെന്റ് ആഡ് ആയത് കാണാം. സൈഡ് വ്യൂവിൽ ഏതാണോ നമുക്ക് കാണുന്നത് അതാണ് സൈഡ് ലെങ്ത്. ഇനി ഫ്രണ്ടില് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ കണ്ട ഫ്രണ്ടില് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. ഫ്രണ്ട് വ്യൂവിൽ ഉള്ള ആ ഫേസില് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. ഇനി വിഡ്ത്ത് സെഗ്മെന്റ് ആഡ് ചെയ്താൽ കണ്ട, അതായത് ആ ഈ ഒരു 24 സെന്റിമീറ്റർ ആ വിഡ്ത്തില്ലേ, അവിടെയാണ് നമുക്ക് സെഗ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റുക. കണ്ട അവിടെ സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. ഈ ഹൈറ്റ് സെഗ്മെന്റ് പറഞ്ഞാൽ ഓവറോൾ ഈ ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റും. കണ്ട ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് സി ടെക്സ്റ്റിൽ ഹൈറ്റ് സെഗ്മെന്റ് എല്ലാം ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെലക്ഷനിൽ നിന്ന് പോയി ആയിരിക്കുക, ഒബ്ജക്റ്റിൽ നിന്ന് പോയി. ഇനി വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലസിന്റെ തൊട്ട് റൈറ്റ് സൈഡ് നമുക്ക് മോഡിഫൈ എന്ന ഓപ്ഷൻ കാണാം. ആ മോഡിഫൈയിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് കാണാം. അപ്പൊ ഒന്നും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കാണില്ല. അപ്പൊ ജസ്റ്റ് ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. അപ്പൊ എൽ എക്സ്റ്റീരിയർ കാണാം. നമ്മൾ എക്സ്റ്റീരിയർ ഒക്കെ വരയ്ക്കണമെന്ന് യൂസ് ചെയ്യുക. നമുക്ക് എൽ ഷേപ്പിൽ എന്തെങ്കിലും വരയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ എൽ ഷേപ്പിൽ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യണമെങ്കിലോ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് സൈഡ് ലെങ്ത് ഫ്രണ്ട് ലെങ്ത് അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ സൈഡിൽ ഫ്രണ്ട് വിടുത്ത് സൈഡ് വിടുത്ത് എല്ലാവരുടെ വിടുത്തും ഹൈറ്റും മാറ്റാൻ പറ്റും. സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ്സും ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് സി ടെസ്റ്റ്. ഇതേപോലെ തന്നെ മറ്റൊന്നാണ് സി അല്ല, ഇപ്പോൾ വരച്ചത് നമ്മൾ എൽ ടെസ്റ്റ് ആണ്. ഇനിയുള്ളതാണ് സി ടെസ്റ്റ്. സി ടെസ്റ്റ് വരയ്ക്കണമെങ്കിൽ സി ടെസ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്രിയേഷൻ മെത്തേഡിന്റെ കോർണർ സെന്റർ കണ്ട ജസ്റ്റ് കോർണർ ടു കോർണർ വരച്ചു കൊടുത്തു. അതിനുശേഷം ഹൈറ്റ് വരച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ സി ടെസ്റ്റ് കിട്ടി. ഇനി അതിന്റെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മോഡിഫൈ ടാബിൽ പോവുക. സി ടെസ്റ്റ് ആണ് സെലക്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മോഡിഫൈ എന്ന ടാബിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാവുകയാണ്. ബാക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് 320 കേട്ടോ. അതായത് ബാക്കിൽ എത്രയാണുള്ളത് അതാണ് നമ്മൾ 320 കേട്ടോ, 320. ഇനി സൈഡ് ലെങ്ത് എത്രയാണോ വേണ്ടത്, സൈഡിൽ നിന്ന് കാണുന്നത് അതാണ് സൈഡ് ലെങ്ത് 420. ഇനി ഫ്രണ്ട് ലെങ്ത് ഒരു 420. ഇനി ബാക്ക് വിടുത്ത് നമ്മൾ 24 ആണ്. എല്ലാത്തിന്റെയും വിടുത്ത് സൈഡ് വിടുത്തും ഫ്രണ്ട് വിടുത്തും ബാക്ക് വിടുത്തും ഒക്കെ 24 സെന്റിമീറ്റർ, അതായത് ഒരു വോൾ തിക്നെസ്. ഇനി ഹൈറ്റ് എത്രയാണ്, ഹൈറ്റ് ഒരു റൂമിന്റെ ഹൈറ്റ് എത്ര വരിക 300 സെന്റിമീറ്റർ. അപ്പൊ 300 സെന്റിമീറ്റർ കൊടുക്കുക. ബാക്ക് ലെങ്ത് പറഞ്ഞാൽ ബാക്കിലുള്ളത് ബാക്ക് സൈഡിലുള്ളത് ലെങ്ത് കണ്ട, അതാണ് ബാക്ക് കണ്ട കൂടുന്ന ഇൻക്രീസ് ചെയ്യുന്നു. സൈഡ് ലെങ്ത് പറഞ്ഞാൽ സൈഡിത്തെ, അപ്പൊ സൈഡ് ലെങ്ത് കാണാൻ പറ്റും. അതായത് സൈഡ് വ്യൂവിൽ ഏത് വശമാണ് കാണുന്നത് അതിന്റെ ലെങ്ത്. ഫ്രണ്ട് ലെങ്ത് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ ഏതാണ് നമുക്ക് കാണാൻ പറ്റുക അതായിരിക്കും ഫ്രണ്ട് ലെങ്ത്, അത് ഇൻക്രീസ് ചെയ്യുന്നതാണ്.
അപ്പൊ ആ 3 ലെങ്ത് ഇൻക്രീസ് ചെയ്യുക, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം. സെഗ്മെന്റ് കണ്ട ബാക്ക് ലെങ്ത് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ബാക്ക് ലെങ്ത് സെഗ്മെന്റ് ആഡ് ചെയ്യും. ഇനി സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ കണ്ട സൈഡിലത്തെ ആ വോളില് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നതാണ്. ഈ ഫ്രണ്ട് സെഗ്മെന്റ് ആഡ് ചെയ്ത ഫ്രണ്ടിലത്തെ വോളിൽ സെഗ്മെന്റ് ആഡ് ചെയ്യുന്നതാണ്. ഇനി വിടുത്തിൽ സെഗ്മെന്റ് ചെയ്യണമെങ്കിൽ കണ്ട ഇവിടെ നമ്മൾ വിടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓവറോൾ ആയിട്ടായിരിക്കും വിടുത്തിൽ സെഗ്മെന്റ് വരിക കണ്ട. അതായത് 3 വോളിലും അറ്റ് എ ടൈമിലാണ് വിടുത്ത് സെഗ്മെന്റ് ആഡ് ചെയ്യുക. ഈ ഹൈറ്റ് സെഗ്മെന്റ് അതെ 3 വോളിലും അറ്റ് എ ടൈമിൽ സെഗ്മെന്റ് ആഡ് ചെയ്യും കണ്ട. അതായത് ഹൈറ്റും വിടുത്തും 3 വോളിലും അറ്റ് എ ടൈമിൽ സെഗ്മെന്റ് ആഡ് ചെയ്യും. ബാക്കും സൈഡും ഫ്രണ്ടും നമ്മൾ സെപ്പറേറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സെഗ്മെന്റ്സ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം കണ്ടോ. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് കൊടുത്താൽ മതി. നമുക്ക് ഒരു ഇന്റീരിയർ ഒക്കെ വരയ്ക്കാനാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. അതായത് സി എക്സ്റ്റീരിയറും എൽ എക്സ്റ്റീരിയറും കണ്ട. നമ്മളൊരു ഇന്റീരിയർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ പോകുന്ന തരത്തിൽ വരയ്ക്കാൻ പറ്റും ക്രിയേറ്റ് ചെയ്തതിനു ശേഷം. നമ്മൾ ഈ സെഗ്മെന്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ കബോർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെഗ്മെന്റ്സ് ആഡ് ചെയ്ത് നമുക്ക് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സി ടെസ്റ്റും എക്സ്റ്റീരിയറും എൽ എക്സ്റ്റീരിയറും. ബാക്കി അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.